എത്ര മാർക്ക് വേണം ഈ എക്സാം പാസ്സാവാനായിട്ട്? അത് വളരെ വ്യത്യസ്തമായ ഒരു എക്സാം ആയതുകൊണ്ട്, അതായത് എൻഗ്ലക്സ് ആറിന് എക്സാമിന് പറയുന്നത് ക്യാറ്റ് എക്സാം എന്നാണ്, കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം പറയുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും അവിടെ ചെന്നിരിക്കുമ്പോൾ, എക്സാം സെൻറ്ററിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണോ അപ്പിയർ ചെയ്യുന്നത്, നമുക്കത് ശരിയാണോ തെറ്റാണോ അതിൻ്റെ ഡിഫിക്കൽറ്റി ലെവൽ അത് വെച്ചിട്ടാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് ആർക്കും ഒരുപോലെ ഇത്ര സെറ്റ് ഓഫ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരുപോലത്തെ നമ്പർ, ഒരുപോലത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ ആ ദിവസം എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കിട്ടുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു എക്സാം ഒക്കെ എഴുതുന്ന പോലെ 150 ക്വസ്റ്റ്യൻ കിട്ടി അതിൽ 60% കിട്ടിയാൽ നമ്മൾ ജയിച്ചു, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് എൻഗ്ലക്സ് ആറിന് എക്സാമിനെ ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല. കാരണം കമ്പ്യൂട്ടറിലെ പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓരോ ഡിഫിക്കൽറ്റി ലെവലും അളന്ന് ആ ദിവസം നമ്മൾ കൊടുക്കുന്ന ഓരോ ആൻസറിൻ്റെയും എത്ര പെർസെൻറ്റേജ് എങ്ങനെയാണ് നമ്മുടെ സ്കോറിംഗ് എന്ന് നോക്കിയതിന് ശേഷമാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ തന്നെ വരുന്നത്. ഈ ഒരു പ്രത്യേക ക്യാറ്റ് എക്സാമിന് എൻഗ്ലക്സ് ആറിന് ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ്റെ പേരാണ് ലോജിറ്റ് എന്ന് പറയും. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഉള്ളത് 0.00 ലോജിറ്റ് എന്ന ഒരു ലൈൻ അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ലോജിറ്റ് എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക് അപ്രോച്ച് എന്നുള്ള രീതിയിലാണ്, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ്, ഒരു പ്രോബബിലിറ്റി കാൽക്കുലേഷൻ ആണത്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് എന്തുമാത്രം എബിലിറ്റി ഉണ്ട് ഈ എക്സാമിന് അപ്പിയർ ചെയ്യുന്ന ഈ സ്റ്റുഡൻറ്റിന്, ആ ഓരോ ക്വസ്റ്റിൻ്റെയും ഡിഫിക്കൽറ്റി ലെവൽ വെച്ച് എത്രമാത്രം എബിലിറ്റിയിൽ അത് പാസ്സാവാൻ പറ്റുന്നുണ്ട്, കറക്റ്റ് ആക്കാൻ പറ്റുന്നുണ്ട് എന്നതിൻ്റെ ഒരു കാൽക്കുലേഷനാണ് ലോജിറ്റ് എന്ന് പറയുന്നത്. എളുപ്പ വഴിയിൽ നമുക്ക് പറയാവുന്നതാണ്, ഒരു പാസിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ പാസിംഗ് സ്റ്റാൻഡേർഡാണ് ഇപ്പോഴത്തെ 0.00. വളരെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ അത് കുറേ താഴെയായിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര മാർക്ക് വേണം എന്നതിനേക്കാൾ ഉപരി എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളതിനാണ് എൻഗ്ലക്സ് ആറിന് എക്സാമിൽ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്.